ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആഡ്സെൻസിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ആഡ്സെൻസിലേക്ക് $100 എല്ലാം തികയാറാകുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ സാധിക്കും. സാധാരണ നമ്മൾ YT സ്റ്റുഡിയോയിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏൺ എന്നതിൽ പോകുമ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ത്രഷോൾഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് എല്ലാം കൊടുക്കാൻ ആവശ്യപ്പെടും. അതായത് അവിടെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും, ഇത്തരത്തിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കാറായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പിലും എന്തെല്ലാം കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നെല്ലാം നോട്ടിഫിക്കേഷൻ നമുക്ക് വരാറുണ്ട്. അതിനാൽ തന്നെ ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഇപ്രകാരം ഏൺ എന്നതിൽ പോയതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ്സെൻസ് അക്കൗണ്ടിൽ കയറിയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് മെത്തേഡ് എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ആഡ്സെൻസ് അക്കൗണ്ടിൽ പോയതിന് ശേഷം പേയ്മെൻറ്റ് മെത്തേഡ് എല്ലാം ആഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ പേയ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പേയ്മെൻറ്റ് ഇൻഫോ എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ഇപ്രകാരം നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ നിങ്ങൾക്ക് സൈഡിലായി ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി വരുന്നതാണ് നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻ. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ബെനിഫിഷ്യറി ID കൊടുക്കാൻ പറയുന്നുണ്ട്. അതുപോലെ നെയിം ഓഫ് ദി ബാങ്ക്, ബാങ്ക് നെയിം, IFSC കോഡ്, അതുപോലെ നമ്മുടെ ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ഇത് നിങ്ങളുടെ ബാങ്ക്, നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ബ്രാഞ്ചിൽ പോയതിന് ശേഷം അവിടുത്തെ സ്വിഫ്റ്റ് കോഡ് എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇത്തരത്തിൽ ആ ഒരു സ്വിഫ്റ്റ് കോഡ് ലഭിച്ചതിന് ശേഷം നമുക്കിവിടെ അക്കൗണ്ട് നമ്പർ, അതുപോലെ ഈ റീടൈപ്പ് അക്കൗണ്ട് നമ്പർ, ഇതെല്ലാമാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്രകാരം ഇപ്പോൾ ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യം എൻ്റെ പേര്, ബാങ്ക് നെയിം, IFSC, സ്വിഫ്റ്റ് കോഡ്, അതുപോലെ അക്കൗണ്ട് നമ്പർ ഒരു തവണ, അതിനുശേഷം വീണ്ടും റീടൈപ്പ് അക്കൗണ്ട് നമ്പർ എന്ന ഭാഗത്ത് ഒരു തവണ കൂടി നമ്മുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്രകാരം നമ്മൾ ഇതെല്ലാം ഫിൽ ചെയ്തതിന് ശേഷം താഴേക്ക് വരുമ്പോൾ ഇവിടെ സെറ്റ് ആസ് പ്രൈമറി പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ താഴെ വന്നിരിക്കുന്ന സേവ് എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ സേവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ഇതിൽ തെറ്റൊന്നുമില്ല എന്ന് വീണ്ടും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് സേവ് ചെയ്യുക. ഇവിടെ ഈ ബെനിഫിഷ്യറി ID എന്നത് ഇത് ഓപ്ഷണൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് നമ്മൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിൽ ഈ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് സെറ്റ് ചെയ്തിരിക്കുന്ന Gmail അഡ്രസ്സിലേക്ക് ഇതിലേക്ക് നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജും ലഭിക്കും. അതായത് പ്രൈമറി പേയ്മെൻറ്റ് മെത്തേഡ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ പ്രൈമറി പേയ്മെൻറ്റ് മെത്തേഡ്, അതായത് നമ്മുടെ ആഡ്സെൻസിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് എല്ലാം ആഡ് ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്